ഹലോ. അപ്പം ഞാൻ ഇതിനൊരു പ്രത്യേക ഇൻട്രോ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഇന്നലെ നമ്മളൊരു ഫ്ലവർ പോട്ടും സ്റ്റാൻഡും ഒക്കെ ഇട്ടില്ലായിരുന്നോ? അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാം കേട്ടോ. കാർഡ്ബോർഡ് നമ്മുടെ വീട്ടിൽ എപ്പോഴും കുറച്ചെങ്കിലും കാണും കേട്ടോ. ഇതൊന്നും നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന സാധനങ്ങളിൽ നിന്ന് കിട്ടുന്നതൊന്നും അല്ല കേട്ടോ. നമ്മളടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നതാണേ. ഇതുപോലത്തെ വട്ടങ്ങൾ വെട്ടിയെടുക്കുന്നുണ്ട്. നമ്മൾ ഈ കുഞ്ഞു പാത്രത്തിന്റെ അളവിലാണ് നമ്മൾ വെട്ടുന്നത്. കണ്ട ഇതുപോലെ ടോട്ടല് ഒരു 9 വട്ടം വെട്ടുന്നുണ്ട്. നമ്മൾ ഈ പുറത്തിരുന്ന് ചെയ്യുന്നതുകൊണ്ട് കാക്കവിളി നല്ലതുപോലെ കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കുന്നതിനേക്കാളും ഈ കാക്കയുടെ സൗണ്ടാണ് കേട്ടോ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും കൂടുതലും കേൾക്കുന്നത്. അപ്പോഴതേ നമ്മളിതുപോലെ പുറത്തിരുന്നാണ് കേട്ടോ ചെയ്യണത്. ഞാൻ അണ്ണനും കൂടി തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അണ്ണൻ തേണ്ട ഏകദേശം ഒരെണ്ണമൊക്കെ ഒന്ന് ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ടാക്കുവാണേ. ഇതുപോലെ 2 കാർഡ്ബോർഡിൻ്റെ പീസുകൾ വട്ടത്തിൽ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. 2 അല്ല, നമ്മൾ ടോട്ടൽ ഒരു 9 എണ്ണം വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ 2 പീസുകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. നമ്മൾ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. നമ്മൾ ആ കയ്യിലൊരു കുഞ്ഞു പാത്രത്തിൻ്റെ അളവിലാണ് കേട്ടോ ഇത് വെട്ടിക്കൊടുക്കുന്നത്. അങ്ങനെ ഫെവിക്കോൾ വെച്ച് ഇത് രണ്ടും കൂടി നല്ലപോലെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ മറ്റേ മോറമൊക്കെ ഉണ്ടാക്കിയ ആ ഒരു സാധനമില്ലേ, നമ്മൾ ആ സിറ്റ് ഔട്ട് മാറ്റിൻ്റെ ആ പീസുകൾ, അത് കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇതോടുകൂടി അതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഈ കാർഡ്ബോർഡിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത് പോലെ ഇങ്ങനെ ചുറ്റുമായിട്ട് വെച്ച് കൊടുക്കണം. കണ്ടില്ലേ, അണ്ണൻ അതാണ് കേട്ടോ ഇങ്ങനെ പ്രസ് ചെയ്ത് ഒട്ടിക്കുന്നത്. കാരണം ഇത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ ഒരെണ്ണം ഒട്ടിച്ചെടുത്താലേ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടത്തുള്ളേ. കണ്ടോ? അപ്പോൾ അത് അണ്ണൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഞാനിങ്ങനെ ചുറ്റും കറക്കി ഒട്ടിച്ചിട്ട് കാണിച്ചു തരാവേ. ഇതുപോലെ കിട്ടും. ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒട്ടിക്കണം. അത് കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും ഒട്ടിക്കിട്ടും കേട്ടോ. അതാണ് നേരത്തെ അണ്ണൻ അതിൻ്റെ മുകളിൽ കയറിയിരുന്നത്. അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ഈ സൂര്യനെ പോലെ ഇങ്ങനെ നിൽക്കുന്നില്ലേ, ഇങ്ങനെ ഓരോ കാലുകളായിട്ട്, അത് ഇതുപോലെ ഒന്നിടവിട്ട പീസുകൾ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിതിൽ പെയിൻറ്റ് കൊടുക്കണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ കറുപ്പും വെള്ളയും ഇങ്ങനെ ഇടയ്ക്ക് വെച്ചത്. പിന്നെ ഇതിൽ പെയിൻറ്റ് കൊടുത്തെടുത്ത് അപ്പോഴും തോന്നി ഇങ്ങനെ ഒന്ന് ഓർഡറായിട്ട് വെക്കണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം നമ്മൾ പെയിൻറ്റ് കൊടുക്കുമല്ലായിരുന്നു. ആദ്യം അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ കറുത്ത പീസുകളുണ്ടല്ലോ, അതെല്ലാം ഒന്നിടവിട്ട പീസുകളാണല്ലോ, അതിനിടയ്ക്കാണല്ലോ വെള്ളം വരുന്നത്. അതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് വളച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊക്കി പിടിച്ചിട്ട് കേട്ടോ അതിലേക്ക് നീളമുള്ള ഒരു പീസ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ലേ, നമ്മളന്ന് മുറമൊക്കെ ചെയ്തില്ലേ, അതേപോലെ തന്നെ കേട്ടോ. ഇതൊക്കെ നമ്മൾ ഓരോ പരീക്ഷണങ്ങളാണല്ലോ. അന്ന് മുറം ചെയ്തപ്പോഴും ഇതെങ്ങനെ ആവുമെന്ന് അറിയത്തില്ലായിരുന്നു. ഒരുവിധം സക്സസ് ആയി വന്നതാണ്. അതുപോലെ തന്നെ ഇത് എനിക്ക് തോന്നി പഴയ അമ്മൂമ്മമാരൊക്കെ കുട്ടയും വട്ടിയൊക്കെ ഉണ്ടാക്കുന്ന അമ്മൂമ്മമാരില്ലേ, അവരെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കും കേട്ടോ ഇത്. നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പോൾ എന്തുവാണ് പണ്ടത്തെ കുട്ടയും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ കുട്ടയും വട്ടിയൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഇതേ ഒരു മെത്തേഡിലായിരിക്കും ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മൾ നമ്മുടെ ഓലയൊക്കെ മുടയുന്നത് പോലെ ഇങ്ങനെ മുടഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്നിടവിട്ട പീസുകളിലേക്ക് അത്. ഇപ്പോൾ ഞാൻ ഇത് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കുറേ പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റുവാണ്. കാരണം ഇത് എങ്ങനെയാണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് എനിക്ക്. ഇത് ഇതിലേ പിടിക്കണോ, അതെ ഇതിൻ്റെ മുകളിൽ കൂടെ പോകണോ, താഴെ കൂടെ പോകണോ, ആകെപ്പാടൊരു കൺഫ്യൂഷനായിപ്പോയി കേട്ടോ. എന്തായാലും ഒരുവിധം ഒന്ന് ഒപ്പിച്ചൊക്കെയാണ് കേട്ടോ അവസാനം ആ ഒരു എന്താണ് നമ്മൾ ആ ഒരു കുട്ട പോലെ, അല്ല കുട്ടയല്ല വട്ടി പോലെയൊക്കെ ഒന്ന് ആക്കിയെടുക്കുന്നത്. എന്തായാലും ഇത് കുറച്ച് നേരം പണിപ്പെട്ടിട്ടാണ് കേട്ടോ ഇതിങ്ങനെ മുടഞ്ഞൊക്കെ എടുത്ത് വൃത്തിയാക്കി എടുത്തത്. കണ്ടോ, ഇതുപോലെ നമ്മൾ നല്ല കറക്കി അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലെങ്ത് ആയിട്ടുള്ള പീസ് ഉണ്ടല്ലോ നമ്മളിങ്ങനെ മുടഞ്ഞു കൊടുക്കുന്നത്, അത് കഴിഞ്ഞ് പോകുമ്പോൾ അതിൻ്റെ എൻഡിലേക്ക് അടുത്ത പീസും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് നമ്മളിത് കംപ്ലീറ്റ് ആക്കി എടുക്കുന്നത്. കണ്ടോ, ഈ ഒരു പാറ്റേണിൽ കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ കിട്ടുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് താഴത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് അടുത്ത് കിട്ടും. എനിക്ക് തോന്നുന്നത് ഇതാണ് നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയത് കേട്ടോ. കുറച്ച് ഒരു ഗ്യാപ്പ് നിൽക്കുമ്പോഴാണ് ഭംഗിയായിട്ട് തോന്നിയത്. ഇനി ആ ബാലൻസ് നിന്ന പീസുകളെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഏകദേശം ഒരേ പൊക്കത്തിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മളിതിങ്ങനെ മടക്കിയിട്ട് കുത്തി കൊടുക്കുകയാണ് കേട്ടോ. അവിടെ ഞാൻ 2 എണ്ണം മടക്കി കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ബാക്കിയൂടെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നത്. അപ്പോഴിത് മടക്കുമ്പോഴും തിരിക്കുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധിക്കണം, ഒടിഞ്ഞുപോയി. ആദ്യം തന്നെ ഒരെണ്ണം വളച്ചപ്പോൾ അങ്ങ് ഒടിഞ്ഞുപോയി. ഇത് മാത്രമല്ല 3-4 എണ്ണം ഇതുപോലെ ഒടിഞ്ഞു പോയായിരുന്നു കേട്ടോ. എന്നാലും ഒരു വിധമൊക്കെയാണ് കേട്ടോ നമ്മളിങ്ങനെ മടക്കി ഒന്ന് കുത്തി കൊടുക്കുന്നത്. നമ്മളിങ്ങനെ മടക്കി എടുത്തിട്ട് ആ ഒരു താഴെ പോണ ആ ഒരു ഇടയില്ലേ, അതിന് ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് കണ്ടില്ലേ, ഇതാ ഇതുപോലെ ജസ്റ്റ് അതൊന്ന് അകത്തിയിട്ട് അതിനുള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റി കൊടുക്കുമ്പോൾ അത് നല്ല രീതിക്ക് അങ്ങ് പോവും. അപ്പോൾ ഇത് നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ഇത് ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോണുണ്ട്. ഇത് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് വളയ്ക്കുമ്പോഴത്തേക്കും കൂടുതൽ ഒടിഞ്ഞങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു രീതിക്കൊക്കെ ഒന്ന് വളച്ചെടുക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ ഇത് ഒടിച്ചെടുക്കുന്നു, അത് തന്നെ കേട്ടോ, ഒടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. കുറേയൊക്കെയാണ് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, ഒരു വിധം നമ്മളിത് ഇതുപോലെയൊക്കെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് വട്ടി പോലെ അല്ലെങ്കിലും ഏകദേശം അങ്ങനെയൊക്കെ ആയി. കണ്ടാ, ഇനി നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കണം.
അപ്പോൾ ഇതുപോലത്തെ ഒരു വട്ട പീസുണ്ട്, വട്ടം, അതും പിന്നെ ഇതേപോലെ അണ്ണൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരെണ്ണം, ഇത് 3 ഇത് വെച്ചിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കാം. അപ്പോൾ ഇതേപോലത്തെ പീസാണ് ഇങ്ങനെ ചീവി എടുക്കുന്നത്. ചീവി വൃത്തിയാക്കി എടുത്ത് ആ ഒരു ഷേപ്പിലാക്കി എടുക്കും. മൺവെട്ടിയിലെ പിടി കണക്കെ കഴിക്കും. നല്ലപോലെ ഒന്ന് പേപ്പറും കൂടെ പിടിച്ച് സെറ്റ് ചെയ്യാം. അതിനിടയ്ക്ക് നമ്മളിത് നമ്മുടെ കുട്ടയ്ക്ക് പെയിൻറ്റും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഈ പെയിൻറ്റ് ഒരു കുറച്ച് സ്ഥലത്ത് അടിച്ചപ്പോഴാണ് വെള്ളം കൂടിപ്പോയി, ഒലിച്ചത്രയും അങ്ങ് പോകുമായിരുന്നു. പിന്നെ ആ കുപ്പി നല്ലപോലെ ഒന്ന് ഷേക്കൊക്കെ ചെയ്തിട്ട് കറക്റ്റായിട്ട് എടുത്തപ്പോഴും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടി കേട്ടോ. കാരണം ഈ പെയിൻറ്റിൻ്റെ മുകളിൽ അത്രയും വെള്ളം തെളിഞ്ഞ് നിൽക്കുമായിരുന്നു. അതാണ് ഞാൻ എടുത്ത് അടിച്ചു കൊടുത്തത്. അങ്ങനെ ഒലിച്ച് പോയി കുറേയൊക്കെ. പിന്നെ ഞാൻ നല്ലതുപോലെ ആ ഒരു കട്ടിയായല്ലോ, നമുക്ക് കുലുക്കി കിട്ടിയപ്പോൾ കട്ടിയായി. ഇനി നല്ലതുപോലെ ഒന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു 2 കോട്ട അടിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇതിലിപ്പോൾ 1 കോട്ട അടിക്കുന്നതേ കാണിക്കുന്നുള്ളേ, 2 കോട്ട അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തേ. ആദ്യം നമ്മൾ 2 ചട്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ ആ ഒരു സ്റ്റാൻഡിൻ്റെ ആ ഒരു ഐഡിയയും കൂടെ വന്നപ്പോൾ 2 ചട്ടി എന്നുള്ളത് നമ്മൾ 3 ചട്ടിയിലോട്ട് മാറ്റി. എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിന് 3 നമ്മൾ ഹോൾഡ് ചെയ്യാൻ പറ്റിയ രീതിക്കാണ് നമ്മൾ സ്റ്റാൻഡ് പ്ലാൻ ചെയ്തത്. എങ്കിലൊരു ഭംഗിയുള്ളൂ, വേറെ 2 ആയിക്കഴിഞ്ഞാൽ കൊള്ളത്തില്ലല്ലോ എന്ന് വിചാരിച്ച്. കണ്ടോ, ഇതുപോലെയാണ് കേട്ടോ നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡിന് നമ്മൾ ഇതുപോലത്തെ ഒരു വട്ടവും വട്ട പീസും അതുപോലെ തന്നെ 3 തടിയും കൂടിയൊക്കെ നമ്മൾ നേരത്തെ ചെത്തി കാണിച്ചു തന്നല്ലോ. അത് ഇതുപോലെ നല്ലതുപോലെ ആണിയൊക്കെ ഇട്ട് അടിച്ച് ഉറപ്പിച്ച് കൊടുക്കുന്നുണ്ടേ. ഇതുപോലെ ഞാൻ പിടിച്ചു കൊടുക്കുവാണ്. അണ്ണയാണ് കേട്ടോ ഇത് അടിച്ച് ടൈറ്റ് ചെയ്യുന്നത്. കാരണം ഇതെന്നെ കൊണ്ട് അത്രയ്ക്ക് അടിച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്യാവശ്യം നല്ല കാതലുള്ളൊരു തടിയായിരുന്നു കേട്ടോ. പ്ലാവിൻ്റെ കൊണ്ടാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ 3 പീസുകളും കൂടി ഉണ്ട് കേട്ടോ. അത് നമ്മളിത് ഒരു പലകയിൽ നിന്ന് തന്നെ വെട്ടിയെടുക്കുന്നതാണേ. പിന്നെ ഞാൻ ഈ കാണിക്കുന്നുണ്ടോ, ഇങ്ങനെ ഓവൽ ഷേപ്പിൽ ആ പലകയ്ക്ക് മുകളിൽ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മുട്ടയുടെ ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ട് അതും കൂടി നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്കത് അടിച്ചു കൊടുക്കാം. പിന്നെ കുറച്ചും കൂടെ ഭംഗിയാവട്ടെ എന്ന് കരുതി ഇതുപോലെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ കട്ട് ചെയ്തൊക്കെ എടുത്തേട്ടോ. കട്ട് ചെയ്യുന്നതൊന്നും കാണിച്ചിട്ടില്ല. എന്നിട്ട് അതിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആണി അടിച്ചിട്ടല്ല ഇത് വെച്ച് കൊടുക്കുന്നത്, ഇത് സ്ക്രൂ ചെയ്തിട്ടാണ് പിടിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ സ്റ്റാൻഡിലേക്ക് ആ ചട്ടികളൊക്കെ ഒന്ന് പറക്കൊക്കെ വെച്ച് നോക്കുവാണ് കേട്ടോ. പെയിൻ്റ് അടി ഫുള്ള് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇതിൽ 2 ചട്ടിയല്ലേ ഉള്ളൂ. പെട്ടെന്ന് നമ്മൾ ബാക്കി പീസുകളൊക്കെ വെച്ചിട്ട് ഒരു ചട്ടിയും കൂടെ ഉണ്ടാക്കിയിട്ടാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡും കൂടി നല്ലതുപോലെ ഒന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ പ്ലാവിൻ്റെ തടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെള്ള പെയിൻറ്റ് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു മഞ്ഞ കളറുണ്ടല്ലോ തടിയുടെ, അതും കൂടി ഇളവിയിട്ട് മഞ്ഞ കളറും കൂടി ആവുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 കോട്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും ക്ലിയറായി. അപ്പം നമ്മൾ സ്റ്റാൻഡൊക്കെ എടുത്ത് റൂമിൽ കൊണ്ടുവച്ചിട്ട് ചട്ടികളും കൂടിയൊക്കെ അറേഞ്ച് ചെയ്ത് ഉള്ള 2-3 ചെടിയും കൂടി അങ്ങ് വെച്ച് കൊടുത്തു. എങ്ങനെയുണ്ട് സ്റ്റാൻഡും ബോട്ടും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ.